ഓം ശാന്തി. ഇന്നത്തെ നമ്മുടെ ഈ രാമായണ സദസ്സിലെ നമ്മുടെ വിഷയം ദശരഥനാണ്. അയോധ്യയിലെ രാജാവായിരുന്നല്ലോ ദശരഥൻ. ഭാരത ചരിത്രത്തിലെ ദശരഥൻ എന്ന മഹാരാജാവ് വളരെ വീരശൂര പരാക്രമിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദേവാസുര യുദ്ധത്തിലെ ഇന്ദ്രനെ സഹായിക്കാൻ പോകുമായിരുന്നു. 10 കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. അതാണ് ദശരഥൻ. ആ രഥത്തിലിരിക്കുന്ന രഥി എന്നർത്ഥത്തിലാണ് ദശരഥൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദശരഥൻ അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ ദശരഥന്മാരായിട്ട് മാറണം. കാരണം ഈ ശരീരം നമ്മുടെ രാജ്യമാണ്. ഈ ശരീരമാകുന്ന രാജ്യത്തിൽ ആത്മാവ് രാജാവാണ്. അപ്പം ആത്മാവാകുന്ന രാജാവിന് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ശരീരമാകുന്ന രാജ്യത്തിൽ 10 ഇന്ദ്രിയങ്ങളുടെ മേലെയും രഥിയായിട്ട്, അതായത് നിയന്ത്രണത്തിൽ, ഒരു രാജാവ് എങ്ങനെ തൻ്റെ രാജ്യത്തിൽ നിയന്ത്രണവും റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറോടും കൂടി ജീവിക്കണം, അതേപോലെ നമ്മുടെ ശരീരത്തിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, ഈ 10 മേലെ നമുക്ക് നിയന്ത്രണം വരും. അപ്പോഴേ നമുക്കൊരു ദശരഥനാകാൻ പറ്റും. അങ്ങനെയുള്ള ദശരഥനായാലേ നമ്മുടെ ജീവിതം അയോധ്യയാവുള്ളൂ. കാരണം ദശരഥൻ രാജാവായതുകൊണ്ടാണ് ഇവിടെ അയോധ്യയായിട്ടിരിക്കണേ, യുദ്ധം ഇല്ലാതിരിക്കണേ, സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആ 5 ജ്ഞാനേന്ദ്രിയങ്ങള് അവയാണ് ശരിക്കും കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. പറയാറുണ്ടല്ലോ, കാഴ്ച, നമ്മുടെ ഗന്ധം, അതേപോലെ ശ്രവണശക്തി, കേൾവിശക്തി, രുചി, സ്പർശം. ഈ അനുഭൂതികൾ നമുക്ക് കിട്ടുന്നത് ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇത് നമ്മുടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ, അതേപോലെ അടുത്ത 5 കർമ്മേന്ദ്രിയങ്ങൾ, ഒന്ന് നമ്മുടെ സംസാരശേഷി, മറ്റൊന്ന് വാക്ക്, പിന്നെ രണ്ടാമത്തത് പാദം, പായു, പാണി, ഉപസ്ഥം. ഇവ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ, ഒന്ന് സംസാരശേഷി, പാണിയർത്ഥം കൈകളുടെ ശേഷി, കൈകളെ ഉപയോഗിക്കുന്ന ശേഷി, നമ്മുടെ ചലനശേഷി, പാദം, പണി, പിന്നെ പായു നമ്മുടെ ജനനേന്ദ്രിയങ്ങൾ, ഉപസ്ഥം വിസർജന ഇന്ദ്രിയം. അപ്പൊ ഇവയിലെല്ലാം നമുക്ക് നിയന്ത്രണം വേണം. കാരണം നമ്മുടെ മസ്തിഷ്കത്തിന്റെയും നാഡീവ്യൂഹങ്ങളുടെയും ആ സംയോജിച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ 10 ഇന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണത്തോടു കൂടി വേണം നമുക്ക് കൊണ്ടുപോകാൻ. നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ നോക്കിയാൽ അത് ഓട്ടോമാറ്റിക് മോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നോക്കൂ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയമാകട്ടെ, കിഡ്നി ആകട്ടെ, ശ്വാസകോശം ആകട്ടെ, ഇതെല്ലാം ഓട്ടോമാറ്റിക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഓട്ടോമാറ്റിക് മോഡിലാണ് കിടക്കണം. അതിനെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ശ്വാസോച്ഛ്വാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഹൃദയമെടുപ്പ് നടന്നു, എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൽ ബാക്കിയെല്ലാം നടക്കണം. ഒരു വണ്ടി പോലെ. അപ്പൊ നമ്മളൊരു വണ്ടിയിൽ നോക്കൂ, ഒരു ഡ്രൈവറുടെ കയ്യിൽ സ്റ്റിയറിംഗ് ഉണ്ടാവും, ക്ലച്ച് ഉണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും, ആക്സിലറേറ്റർ ഉണ്ടാവും. അത്രമാത്രമേ ഡ്രൈവർക്ക് നിയന്ത്രിക്കേണ്ടൂ. അതാണ്. ബാക്കി ശരിക്കും അതിനെയാണ് ഈ ഐച്ഛിക പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ പറയില്ലേ, സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളിൽ, ഐച്ഛിക പ്രവർത്തനം, അനൈച്ഛിക പ്രവർത്തനം. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൺട്രോളിൽ നടക്കുന്നതും നമ്മുടെ കൺട്രോള് ഇല്ലാതെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ബോഡിയിൽ. അപ്പൊ നമ്മുടെ ഒരു വണ്ടിയില് ഡ്രൈവറുടെ കയ്യിൽ ഇത്ര ഉപകരണങ്ങളെ കൺട്രോളിലുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെയാ? ഇപ്പൊ പെട്രോൾ നമ്മൾ വണ്ടിയിൽ അടിച്ചു കൊടുക്കും, പക്ഷെ പെട്രോൾ അടിച്ചാൽ ആ പെട്രോൾ എങ്ങനെയാ അത് കത്തുന്നത്, എങ്ങനെയാണ് എഞ്ചിൻ വർക്ക് ചെയ്യണേ, ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടല്ല നടക്കണേ, ഡ്രൈവർ അറിഞ്ഞിട്ടല്ല നടക്കണേ. ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ പാർട്സുകളും വണ്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കേവലം ഡ്രൈവർ എന്താ ചെയ്യുക? ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് സ്റ്റിയറിംഗ് തിരിക്കും, ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും മാത്രമേ തന്റെ നിയന്ത്രണത്തിൽ. പക്ഷെ ആ ഉപകരണങ്ങൾ ഏതൊന്നാണോ ഡ്രൈവർ കൺട്രോളിൽ വെക്കേണ്ടത് അത് ഡ്രൈവറുടെ കൺട്രോളിൽ തന്നെ പോകണം. ഇല്ലെങ്കിൽ എന്താവും? വണ്ടി ആക്സിഡന്റ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആക്സിഡന്റുകൾ ഉണ്ടാകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ആക്സിഡന്റ് എന്നാണ് അയോധ്യ മാറിയിട്ട് യുദ്ധങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറുന്നുവെങ്കിൽ, നമ്മുടെ നമുക്ക് വ്യക്തിപരമായ സംഘർഷങ്ങളോ, നമ്മുടെ കുടുംബത്തില് നമ്മൾ തമ്മിൽ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ
നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരുമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? ഇതിലേതോ ഇന്ദ്രിയങ്ങൾ ഏതാണോ നമ്മൾ നിയന്ത്രിക്കേണ്ടേ, നമ്മുടെ കൺട്രോളിൽ വെക്കേണ്ടതിനെ നമുക്ക് കൺട്രോളിൽ വെക്കാൻ പറ്റും. ഒന്നില് പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു പോകും, പിന്നെ നമുക്ക് തോന്നില്ല അയ്യോ അപ്പൊ ഒത്തിരി നിയന്ത്രണം കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ലെ, എന്നാ ഈ പ്രശ്നം വരുമായിരുന്നില്ല. അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ദശരഥനാകണം. ഈ 10 ഇന്ദ്രിയങ്ങളെയും നമ്മൾ അറിഞ്ഞുകൊണ്ട് ആത്മാവ് രാജാവിനെ പോലെ കൺട്രോളിലേക്ക് കൊണ്ടുവരുമ്പോഴേ, നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് അയോധ്യ പോലെ നമ്മുടെ ജീവിതം പ്രശാന്ത സുന്ദരമാക്കി മാറ്റാൻ കഴിയും. അതിന് നമുക്ക് ആദ്യം തിരിച്ചറിവ് വരണം, ഞാനാണ് രഥി, ഇതെന്റെ രഥമാണ്, ഞാൻ ആത്മാവാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ വിചാരം എന്താണ്? രഥി രഥം. പക്ഷെ നമ്മുടെ ബോധതലത്തില് രഥിയാണ് ഞാൻ, ഡ്രൈവറാണെന്ന ബോധം പോയി. ഞാൻ ഈ വണ്ടിയാണെന്ന ബോധത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, ഈ ബോധമാണ് നമ്മളെ നിയന്ത്രിക്കണം. യഥാർത്ഥത്തിൽ സ്ത്രീ പുരുഷ ഇത് നമുക്ക് ആത്മാവാകുന്ന ഈ രാജാവിന് കിട്ടിയൊരു കോസ്റ്റ്യൂമാണ്, നാടകം കളിക്കാൻ കിട്ടിയ ആത്മാവാകുന്ന അഭിനേതാവിന് കിട്ടിയൊരു വേഷം മാത്രമാണ്. ഞാൻ അഭിനേതാവാണ്, ഇതെന്റെ വേഷത്തിന്റെ ഭാഗമാണ്. എഞ്ചിനീയർ, ഡോക്ടർ നമ്മുടെ വേഷത്തിന്റെ ഒരു ഭാഗം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇത്ര അമ്മമാരെ തന്നെ ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ നോക്കി നമ്മൾ എത്ര വേഷങ്ങൾ അഭിനയിക്കണം അല്ലെ. നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ മകള്, നമ്മുടെ തന്നെ സഹോദരന്റെ അടുത്ത് പോകുമ്പോൾ സഹോദരൻ, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ഭാര്യ, മകന്റെ അല്ലെങ്കിൽ മകളുടെ അടുത്ത് പോകുമ്പോൾ അമ്മ. അപ്പൊ എത്ര വേഷങ്ങളാ ഇതിൽ? ഞാൻ അമ്മയാണോ, ഭാര്യയാണോ, സഹോദരിയാണോ, ഏതാ ഞാൻ? ആരുമല്ല. ഇതെല്ലാം നമ്മുടെ വേഷങ്ങളാ. അപ്പൊ ഈ വേഷയിട്ട് അഭിനയിക്കുന്ന ആളാരാ? ആത്മാവ്. ഞാൻ രഥിയാണ്, ഇതെന്റെ രഥമാണ്. അപ്പൊ ഈ രഥത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ അഭിനയിക്കുന്ന ആത്മാവ്, ശുദ്ധ ചൈതന്യ ആത്മാവായ ഞാൻ പരമാത്മാവിന്റെ സന്താനാണ്. ആ ബോധം വരുമ്പോ അപ്പോഴേ നമുക്ക് ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം വരുള്ളൂ. അപ്പോഴേ നമുക്ക് ദശരഥനായിട്ട് മാറാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ രഥം പോയി അടുത്ത രഥങ്ങളിൽ ഇടിച്ചുകൊണ്ടേയിരിക്കും. വണ്ടിയും കൂടെ കൂട്ടിമുട്ടുമ്പോൾ വണ്ടിക്കല്ല സങ്കടമൊക്കെ ആർക്കാ? ദുഃഖവും വേദനയും ആക്സിഡന്റും. വണ്ടി റിപ്പയർ ചെയ്തെടുക്കാം, വണ്ടി കരഞ്ഞുകൊണ്ടിരിക്കില്ല. ദുഃഖവും വേദനയും എല്ലാരും അനുഭവിക്കണേ മനസ്സുകളാ, മനുഷ്യ മനസ്സ്. സാധാരണ വണ്ടിയിൽ നോക്കൂ, 2 വണ്ടികൾ തമ്മിൽ ഇടിച്ച വണ്ടി ഇരിക്കുന്ന കരയൊന്നുമില്ലല്ലോ, അത് വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടാൽ നന്നാക്കാം. നമ്മുടെ ശരീരം കേടുവന്ന് ഹോസ്പിറ്റലിൽ പോയാലും വർക്ക്ഷോപ്പിൽ പോയിട്ട് റിപ്പയർ നടക്കുമ്പോഴും വേദനകളെല്ലാം ആര് തന്നെ സഹിക്കണം? നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് സഹിക്കണം. അതേപോലെ ജീവിതത്തിൽ ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിലെ ആക്സിഡന്റ് എന്താണ്? നമ്മൾ ബന്ധങ്ങൾക്കിടയിൽ കൂട്ടിയുരസ്യം തട്ടോ മുട്ടോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും വേദനിക്കും, നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മൾ വേദന കൊടുക്കണം. അപ്പൊ ഈ വേദനകൾ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വണ്ടിയുടെ കൺട്രോള് പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ, ഡ്രൈവറുടെ കയ്യിലേക്ക് വരണം. ദശരഥനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറണം. അപ്പൊ ഡ്രൈവർക്ക് കൺട്രോൾ വരണമെങ്കിൽ ഡ്രൈവറുടെ കയ്യിൽ ശക്തി വേണം. ഈ വണ്ടിക്ക് നമ്മൾ പെട്രോൾ അടിക്കാറുണ്ട്. എന്താ ഇതിന് കൊടുക്കുന്ന പെട്രോള്? ശരീരത്തിന് ഭക്ഷണം ഉണ്ടല്ലോ, 3-4 നേരം കഴിക്കും, കുടിക്കും, ഡ്രസ്സ്, ഉറക്കം അല്ലെ, എക്സസൈസ്, ഇതെല്ലാം വേണം. എന്നാലും ഇത് ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ, ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. അപ്പൊ അതേപോലെ ഡ്രൈവർക്ക് എന്താ വേണ്ടേ? മനസ്സിന് എന്താ ആവശ്യം? സാധാരണ ഒരു വണ്ടി തന്നെ നോക്കൂ. ഒരു വണ്ടി പെട്രോൾ അടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവറും പോയിട്ട് പെട്രോൾ അടിക്കും. ഡ്രൈവർക്കുള്ള പെട്രോൾ എന്താ? ഡ്രൈവർക്ക് ഭക്ഷണം വേണം, കുളിക്കണം, കഴിക്കണം, റെസ്റ്റ് എടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വണ്ടി നന്നായിട്ട് തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡ്രൈവർ ഭക്ഷണവും കഴിക്കുന്നില്ല, കുറെ ദിവസം ഉറങ്ങണമില്ല, റെസ്റ്റും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താവും? ആ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോഴാണ് ആക്സിഡന്റുകൾ കൂടി വരിക അല്ലേ. അതുപോലെ നമുക്ക് ഈ ഡ്രൈവർക്കുള്ള ഭക്ഷണം എന്താ? മനസ്സിന് വേണ്ടത് ശാന്തിയാണ്. മനസ്സിന് ശാന്തി, സുഖം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല വിചാരങ്ങൾ വരണം. ആ നല്ല വിചാരങ്ങൾ, കാരണം നമ്മുടെ മനോഭാവമാണ് സുഖവും ദുഃഖവും. അപ്പൊ നമുക്ക് നല്ല വിചാരങ്ങള്, നല്ല പ്രവൃത്തികളും നല്ല തീരുമാനങ്ങളും എടുത്താലേ ജീവിതത്തിൽ സമാധാനത്തോടെ പോകാൻ പറ്റും. നല്ല വിചാരങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ഇവിടേക്കുള്ള ഭക്ഷണം എന്താ? നമ്മൾ കാണുന്നത് കേൾക്കുന്നതെല്ലാം മനസ്സിലാണ് എഫക്റ്റ്. ഇതെല്ലാം ഭക്ഷണമാണ്. അപ്പൊ നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് പറയണമെങ്കിൽ മാത്രമേ ഡ്രൈവർ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അപ്പൊ നല്ല വിചാരങ്ങൾ നമുക്ക് തരാനാണ് നമുക്ക് നിത്യ സത്സംഗം വേണമെന്ന് പറയാൻ. സത്സംഗം നിത്യേന എന്നാണ്. അതാണ് പൂർവികര് പറഞ്ഞിരുന്നത്.
പക്ഷെ നമുക്ക് സത്സംഗത്തിന് മാത്രം സമയമില്ല. പക്ഷെ ഈ രാമായണ മാസക്കാലം നമുക്ക് എല്ലാവർക്കും കിട്ടിയൊരു പുണ്യമാണ്. ഇതിന്റെ രാമായണ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ ഈ കർക്കിടക മാസം വെച്ചതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഈ 30 ദിവസമെങ്കിലും സത്സംഗത്തിലിരിക്കണം. അപ്പൊ ഈ 30 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ശീലമാകും. എന്നിട്ട് ഈ ശീലം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതമായിട്ട് മാറണം. എല്ലാ ദിവസവും 1 മണിക്കൂർ സമയമെങ്കിലും എന്ത് ചെയ്യണം? ഒരു ദിവസത്തില് സത്സംഗത്തിലിരുന്ന് നല്ല ഭക്ഷണം മനസ്സിന് കൊടുക്കണം, ആത്മാവിന് കൊടുക്കണം. പിന്നെയോ നമുക്ക് വേണ്ടുന്ന എക്സസൈസ്, ഈ ആത്മാരാജാവിന് വേണ്ടുന്ന എക്സസൈസ് എന്താണ്? അതാണ് മെഡിറ്റേഷൻ. ശരീരത്തിന് എക്സസൈസ് പോലെ മനസ്സിന് മെഡിറ്റേഷൻ, അതാണ് നമ്മുടെ എക്സസൈസ്. അപ്പൊ അതും കൂടി വന്നാലേ എന്താകുള്ളൂ? ഡ്രൈവർ ഹെൽത്തി ആയിട്ട്. നമുക്ക് സൽക്കർമ്മങ്ങൾ വേണം. നിറയെ നല്ല കർമ്മങ്ങൾ ചെയ്ത് 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 ആ സൽക്കർമ്മങ്ങളുടെ പുണ്യം എപ്പോഴും നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക്, അതാണ് നമ്മുടെ സഞ്ചിത പുണ്യം എന്ന് പറയുന്നത്. എന്നാലേ നമ്മുടെ ജീവിതയാത്ര ക്ലേശമില്ലാതെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ബോധത്തോടെ ഇരിക്കുമ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയൊക്കെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കണം? അപ്പോഴും നമ്മുടെ ശരീരത്തിൽ കുറെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഉറക്കത്തിൽ ഇപ്പോൾ നമുക്കറിഞ്ഞൂടെ, ഒരു വണ്ടിയിൽ ഒരു ഡ്രൈവർ ചില സ്ഥലത്ത് കണ്ടിട്ടില്ലേ, ഡ്രൈവർ വണ്ടി നിർത്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങും ഇല്ലേ? അപ്പം അതേപോലെ ഉറക്ക സമയത്ത് സംഭവിക്കണ എന്താ? ശരീരമാണോ ഉറങ്ങണത് അതോ ഈ ഡ്രൈവറാണോ ഉറങ്ങണത്? മനസ്സാണോ ഉറങ്ങണത്? ഉറക്കത്തിൽ ആരോ ഉറങ്ങണേ? നിദ്ര ആരൊക്കെ? ശരീരത്തിനാണോ മനസ്സിനാണോ? ശരീരം ഉറങ്ങിയ നിത്യനിദ്രയാണ്, മരണമായി. ശരീരത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായി? മരണമായി. അപ്പൊ ശരിക്കും ഉറക്ക സമയത്ത് ആത്മാവാണ് റെസ്റ്റ് എടുക്കണം. ഈ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ നമ്മുടെ മസ്തിഷ്ക റെസ്റ്റ് എടുക്കാണ്, തലച്ചോറും. പക്ഷെ എങ്കിലും ശരീരത്തിൽ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുന്നുണ്ട്. അപ്പോഴും ശ്വാസോച്ഛ്വാസം ഇല്ലേ? പക്ഷെ ഉറക്കം തന്നെ നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഉറങ്ങാൻ കിടക്കണുണ്ടാവും, പക്ഷെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഡിസ്റ്റർബ് ആയിരിക്കും. അപ്പൊ എന്താ സ്വപ്നം? ഇപ്പൊ ഒരു വണ്ടിയില് ഒരു ഡ്രൈവർ വണ്ടിക്കുള്ളിലിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാന്നിരിക്കില്ലേ? അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിൽ ഡ്രൈവർ ഉണ്ട്, പക്ഷെ ഡ്രൈവർ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. അതേപോലെ ഉറങ്ങാൻ കിടന്നു, നമ്മൾ ഉറങ്ങുകയാണ്, പക്ഷെ ഉറക്കത്തിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിലെ സബ് കോൺഷ്യസിലെ ഉപബോധ മനസ്സിൽ പോയ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും? ബോധ മനസ്സിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശരിക്കും ഉറക്കം കിട്ടില്ല. അതായത് അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാൻ കിടക്കണമെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾക്ക് സുഖനിദ്ര കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റാൽ നമുക്ക് ഫ്രഷ്നെസ് ഉണ്ടാവില്ല അല്ലേ? ഇനി മരണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രഥത്തിൽ നിന്ന് ഇറങ്ങാണ്, അതാണ് മരണം. വണ്ടി തകർന്ന് കേടുവന്നു, ഉപയോഗിക്കാൻ പറ്റില്ലേ? പക്ഷെ ഡ്രൈവർക്ക് ഡ്രൈവിംഗ് അറിയാം, അതുകൊണ്ട് എന്താവും? അടുത്ത വണ്ടിയിലേക്ക് പോകും. ഈ വണ്ടിയിലേ കേടുവന്നുള്ളൂ. അപ്പൊ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും, അടുത്ത ശരീരം എടുക്കും. ഒരു ശരീരം വിടുക, അടുത്ത ശരീരം എടുക്കുക. ഇവിടുന്ന് വിടും, അടുത്ത ശരീരത്തിലേക്ക് പോകും, അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക്. അപ്പൊ ഇപ്രകാരം ദശരഥൻ നമുക്ക് ഓരോരുത്തർക്കും ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മുഴുവൻ രഥിയായിട്ടിരുന്നുകൊണ്ട് ഈ ശരീരമാകുന്ന രാജ്യത്തില് നല്ല നിയന്ത്രണത്തോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞാൽ തട്ടലും മുട്ടലും ഒന്നും ഇല്ലാതെ, വലിയ ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ പ്രശാന്ത സുന്ദരമായ അയോധ്യ പോലെ ജീവിതം കൊണ്ടുപോകാം. പക്ഷെ ദശരഥന് ഒരു ദുഃഖം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ദുഃഖം? ആദ്യം മക്കളില്ലാത്ത ദുഃഖം. മക്കളില്ലാത്ത ആൾക്ക് പിന്നീട് കുട്ടികളുണ്ടായി. 1 അല്ല 4 കുട്ടികളുണ്ടായി. കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെയും ദുഃഖം വന്നു. അല്ലേ? കാട്ടിലേക്ക് അയക്കുമ്പോൾ ദുഃഖം. അപ്പൊ പിന്നെ മക്കളെ കൊണ്ടുള്ള ദുഃഖമായി. മക്കൾ ഉണ്ടായതിനു ശേഷവും ദുഃഖം തന്നെ അല്ലെ? രാമന്റെ വിരഹം സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമൻ അങ്ങോട്ട് പോകുന്നത്, രാമന്റെ വേർപാട് ദശരഥന് കൊടുക്കണ, കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടി വരികയാണ് അല്ലെ? അത് കൊടുക്കുന്ന ദുഃഖം എത്രയാ? അപ്പൊ മക്കൾ ഇല്ലാതിരുന്ന സമയത്ത് ഇല്ല എന്ന് പറഞ്ഞുള്ള ദുഃഖം, മക്കൾ ഉണ്ടായതിനു ശേഷവും. അപ്പൊ അതിന് നമ്മൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടേ? സുഖവും ദുഃഖവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയാണ്. മക്കളാണ് സുഖം തരണമെങ്കിൽ എപ്പോഴും സുഖം വേണ്ടേ? പക്ഷെ എപ്പോഴും എല്ലാ മക്കളിൽ നിന്നും എല്ലാ അച്ഛനമ്മമാർക്കും സുഖം കിട്ടുന്നില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത്
ഈ വസ്തുവാണ് നമുക്ക് സുഖം തരണേ, അല്ലെ ഇയാളാണ് എൻ്റെ സുഖം കെടുത്തണേ. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കണം. സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ വിചാരങ്ങളുടെ സൃഷ്ടിയാണ്, നമ്മുടെ മനോഭാവം. നമ്മളൊരു കാര്യത്തെ, ഒരു സംഭവത്തെ എങ്ങനെ വിലയിരുത്തുന്നോ അതിനനുസരിച്ചുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാകണേ. പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ട പോസിറ്റീവ് ഫീലിംഗ്, നെഗറ്റീവായിട്ട് കണ്ട നെഗറ്റീവ്. നമ്മുടെ തന്നെ മനസ്സിന്റെ ഇന്നർ ലോകത്തില് നമ്മുടെ ഇന്നർ ഫീലിങ്സുകളുടെ റിഫ്ലക്ഷനാണ് പുറത്തേക്ക് പോകുന്നത്. അതിനല്ലേ നമുക്ക് ഓരോരുത്തർക്കും ദശരഥൻ നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ മനോഭാവത്തിലെ പരിവർത്തനം കൊണ്ടുവരുന്നുണ്ടോ? സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ, അപ്പോഴും അതും നമ്മുടെ നിയന്ത്രണത്തില്. ഒന്നിലും നമുക്ക് എത്ര വേണോ സുഖമായിട്ടിരിക്കാം, നല്ല വിചാരങ്ങള്, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു മരണം തന്നെ നടന്നു എന്നിരിക്കട്ടെ, അതിന്റെ പേരിൽ നമുക്ക് കാലങ്ങളോളം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ജ്ഞാനം, ബോധം വന്ന ജ്ഞാനം നമുക്ക് എന്താ തരണേ? രഥി രഥത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഈ രീതിയിൽ ജ്ഞാനം കൊണ്ട് തന്നെ നമ്മൾ പ്രബുദ്ധരായാലേ നമ്മുടെ ദുഃഖം കുറയും. നല്ല ചിന്തകൾ കൊണ്ടുവരുമ്പോൾ ജ്ഞാനയുക്ത ചിന്തകൾ തന്നെ നമ്മുടെ ദുഃഖത്തെ കുറയ്ക്കും. ദശരഥൻ നമുക്ക് നൽകുന്ന അടുത്ത സന്ദേശം എന്താണ്? ദശരഥന് 3 ഭാര്യമാരാ അല്ലേ? ആരൊക്കെയാണ്? കൗസല്യ, സുമിത്ര. കൗസല്യ, കൗശലക്കാരി. അതായത് ശരിക്കും നമ്മൾ നോക്കിയാൽ നമ്മുടെ മനസ്സാണ് കൗസല്യ. എന്ത് കൗശലം വേണം? ചഞ്ചലതയില്ലാതാകണം. മനസ്സ് അലയരുത്. ചഞ്ചലപ്പെടാതിരിക്കാനുള്ള മിടുക്കാർക്ക് ഉണ്ടാകണം, നമ്മുടെ മനസ്സിനുണ്ടാകണം. രണ്ടാമത്തത് കൈകാര്യം ചെയ്യുന്ന ആള്, എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്ന ശക്തി, ഹാൻഡ്ലിംഗ് പവർ, ഡിസിഷൻ മേക്കിംഗ് പവർ ജീവിതത്തില്. അതാണ് ബുദ്ധിയുടെ ജോലി. 3ാമത്തെ ഭാര്യ ആരാണ്? സുമിത്ര ആയിരിക്കണം. അത് നമ്മുടെ സംസ്കാരം. ഇത് 3 ആത്മാവിന്റെ 3 ശക്തികളാ. സുമിത്ര, നല്ല സംസ്കാരം. നല്ല സംസ്കാരം എപ്പോഴും ഉണ്ടാവണേ? നല്ല കർമ്മം ചെയ്ത നല്ല സംസ്കാരം. സംസ്കാരം എങ്ങനെ ഉണ്ടാകുന്നത്? തുടർച്ചയായി ചെയ്യുന്ന കർമ്മങ്ങള് ആത്മാവിൽ ഉണ്ടാക്കുന്ന അടയാളങ്ങൾ ചേർന്നാണ് സംസ്കാരം, സ്വഭാവം ഉണ്ടാകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് 3 പേരും ഭാര്യമാരാണ്. ഇവരെ ഭരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഇതിനെ ഭരിക്കുന്ന ആളാണ് ആത്മാവ്. അപ്പൊ ആത്മാവാകുന്ന ദശരഥന്റെ ഈ രഥിയുടെ 3 സൂക്ഷ്മ ശക്തികള്, മനഃശക്തി, വിചാരശക്തി, ബുദ്ധിശക്തി, തീരുമാനം എടുക്കാനുള്ള ശക്തി, സംസ്കാരങ്ങള്, സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല ശീലങ്ങള്, നല്ല സ്വഭാവങ്ങളുടെ സമ്പത്ത്, ഈ 3 ശക്തികൾ നമ്മുടെ പക്കല് വേണം. അതാണ് ഭരണശക്തി എന്ന് പറയുന്നത്. ഇതിനെ 3നെയും ഭരിക്കുക. ഭാര്യാർത്ഥം ഭരിക്കുക. ആരെ ഭരിക്കുക? ഇത് 3ഉം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിലെ ഒരു മന്ത്രമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇച്ഛാശക്തി കേട്ടിട്ടുണ്ടോ? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ഇച്ഛാശക്തി എന്താർത്ഥം? വിചാരശക്തി, സങ്കല്പശക്തി. അത് ശ്രേഷ്ഠായിരിക്കണം. പിന്നെ അടുത്തതാണ് ജ്ഞാനശക്തി. ജ്ഞാനം ആർക്കാ വേണ്ടത്? ബുദ്ധിക്ക്. കാരണം നല്ല തീരുമാനങ്ങൾ എടുക്കണേ ജ്ഞാനം വെച്ചിട്ട്. അവബോധം വേണം വ്യക്തിക്ക്. എന്നാലേ നല്ലത്, കെട്ടത്, ശരി, തെറ്റ് തിരിച്ചറിഞ്ഞിട്ട് വേണം നല്ല തീരുമാനം എടുക്കാൻ. ജ്ഞാനത്തിന്റെ വെളിച്ചം ഉണ്ടെങ്കിലും മാത്രമേ ബുദ്ധിക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ബുദ്ധി പവർഫുള്ളും ആയിരിക്കണം നല്ല തീരുമാനം എടുക്കാൻ. പിന്നെ ക്രിയാശക്തി, ക്രിയാർത്ഥം കർമ്മം, സൽക്കർമ്മങ്ങൾ, ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ബലം. ഈ 3 ശക്തികളാണ് ശരിക്കും ആധ്യാത്മിക മാർഗത്തിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടണം. ഈ 3 ട്രെയിനിങ് ആണ് ശരിക്കും പറഞ്ഞ. എങ്ങനെ? മനസ്സിന് വേണ്ടത് ജ്ഞാനമാണ്, ചഞ്ചലത ഇല്ലാണ്ടാകണമെങ്കിൽ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, വീട്ടില് നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തിയ നായ ഒരിക്കലും എന്ത് ചെയ്യില്ല, പുറത്തു പോയില്ലേ. നല്ല എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും വേണം ചിന്തിക്കാൻ. അപ്പൊ ഇതിന് എന്ത് കൊടുക്കുക? നമ്മൾ തന്നെ നല്ല ഫുഡ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിനെ തോന്നുന്ന വഴിക്ക് വിട്ടാ, അതും ഇതും കാണാനും കേൾക്കാനും ഒക്കെ പോയാൽ, കൺട്രോൾ ഇല്ലാതെ പോയാൽ താന്തൂന്യാവും. ആ താന്തൂന്യായിട്ട് മാറുന്ന ശീലം, കാണാൻ പാടില്ലാത്തത് കാണുക, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുക, വായിക്കാൻ പാടില്ലാത്ത വേണ്ടാത്തതെല്ലാം കാണുകയും കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്ത് എല്ലാ അഴുക്കും കുപ്പകളും വേസ്റ്റുകളും എടുത്തിട്ട് കൊണ്ടുവന്നിടുമ്പോൾ എന്ത് ചെയ്യും? മനസ്സ് അവിടേക്കും ഇവിടേക്കും എല്ലാം ചഞ്ചലാക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന് വിചാരങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. അപ്പൊ അതിനെ ചിന്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നല്ല ഫുഡ് കൊടുക്കുക. ദിവസവും രാവിലെ പ്രഭാതം നമ്മുടെ ആരംഭിക്കുന്നത് എങ്ങനെയായിരിക്കണം? നല്ലത് കൊടുത്തുകൊണ്ട്. അതുകൊണ്ടാണ് പണ്ട് പറഞ്ഞിരുന്നത്, പ്രഭാതത്തില് സത്സംഗം. ഒന്നുകിൽ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ,
നമുക്ക് ഊർജം തരുന്ന ഉന്മേഷവും ഉത്സാഹവും നൽകുന്ന, മനസ്സിന് സുഖവും ശാന്തിയും ശക്തിയും നൽകുന്ന എന്തെങ്കിലും കേട്ടുകൊണ്ടോ വായിച്ചുകൊണ്ടോ കണ്ടുകൊണ്ടോ ആയിരിക്കണം ദിവസം ആരംഭിക്കേണ്ടത്. അതിനെയാണ് കണി കാണുക എന്ന് പറയാം. അത് വർഷത്തിലൊരിക്കൽ വിഷുവിന്റെ ദിവസം മാത്രം കാണാനുള്ളതല്ല. കണി കാണുകയും ചെയ്യണം, കണി കേൾക്കുകയും ചെയ്യണം. നല്ലത് കേൾക്കുക, നല്ലത് കണ്ടുകൊണ്ട് നമുക്കൊരു ദിവസം ആരംഭിക്കണം. അതാണല്ലോ രാമായണ മാസത്തിൽ ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എന്ത് വേണം? ആത്മാവിന് നല്ലത് ചിന്തിക്കാൻ, നല്ലത് കാണാൻ, കേൾക്കാൻ, പറയാൻ കൂട്ടായ്മയോടുകൂടി. അതാണ് സത്സംഗം. ഒരുമിച്ചിരുന്ന്, നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് വായിക്കും, എല്ലാവരും പഠിക്കും. പക്ഷെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ സന്മുഖത്തിരുന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് ഊർജം എക്സ്ട്രാ നൽകും. ഇത് ആധ്യാത്മിക മാർഗം നമുക്കിത് മൂന്നും തരികയാണ്. മനസ്സിനെ മന്മനാഭവയാക്കാണ് ഭഗവാൻ. എന്നിൽ വെക്കൂ, ശക്തി എടുക്കൂ, ബുദ്ധിക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. അതിനാണ് സത്സംഗം തരുന്ന ജ്ഞാനം ഭഗവാൻ തരികയാണ്. പിന്നെ ആധ്യാത്മിക മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്താകും? ആധ്യാത്മിക മാർഗത്തിലൂടെ നമുക്ക് സത്കർമ്മങ്ങൾ, നല്ല സേവനങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടും. നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും കഴിവും എല്ലാം സദുപയോഗം ചെയ്യാം. അതിനാണ് ഈശ്വരീയ സേവനങ്ങൾ എന്ന് പറയും. അങ്ങനെ നിറയെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഭഗവാൻ തരും. അതാണ് ഏതെങ്കിലും സത്സംഗത്തിൽ നമ്മൾ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം. അപ്പൊ ഈ 3 ഭാര്യമാർ ആരൊക്കെ? കൗസല്യ, കൈകേയി, സുമിത്ര. മനസ്സ്, ബുദ്ധി, സംസ്കാരം. 3 എന്താവും? നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരും. നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ ആരായി? രഥിക്ക് അല്ലെ, ഈ രഥത്തിന്റെ മേലെ നിയന്ത്രണം കിട്ടും. അപ്പൊ നമ്മളെല്ലാവരും ആരാകും? ദശരഥന. ദശരഥനായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്താകും? അയോധ്യയാകും. യുദ്ധമില്ലാത്ത രാജ്യം. അങ്ങനെ ജീവിക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക് അല്പസമയം മെഡിറ്റേഷൻ ചെയ്യാം. അയോധ്യയുടെ രാജാവാണ് ദശരഥൻ. ദശരഥൻ. പത്ത് കുതിരകളെ പൂട്ടിയ രഥത്തിൽ സഞ്ചരിക്കുന്ന രാജാവ്. ഈ ശരീരമാകുന്ന രാജ്യത്തിലേക്ക് നോക്കൂ. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും എൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ എനിക്കും ദശരഥനാകാൻ കഴിയും. ദേഹം എൻ്റെ രഥം മാത്രമാണ്. ശരീരമാകുന്ന ഈ രഥത്തിലെ രഥിയാണ് ഞാൻ. ദേഹം ഒരു വിളക്ക് പോലെ മാത്രമാണ്. ഇതിലെ വെളിച്ചമാണ് ഞാൻ. ദേഹം ഒരു വീട് മാത്രമാണ്. ഇതിലെ യജമാനനാണ് ഞാൻ. ശരീരമാകുന്ന ഈ വാഹനത്തിൽ ഡ്രൈവറാണ് ഞാൻ. വണ്ടി വേറെ, ഡ്രൈവറായ ഞാൻ വേറെ. ഒരു വണ്ടി നഷ്ടപ്പെട്ടാലും ഡ്രൈവറായ എനിക്ക് അടുത്ത വണ്ടി കിട്ടുന്നു. ഈ വണ്ടിയിലിരുന്ന് ജീവിതയാത്ര ചെയ്യുമ്പോൾ എന്നോടൊപ്പം യാത്രയിൽ അനേക വണ്ടികളും ഡ്രൈവർമാരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് എല്ലായിടും ഹൈവേ പോലെയുമല്ല. ജീവിതയാത്രയിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഹമ്പുകളും കുഴികളും എല്ലാം ഉണ്ട്. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളും വരുന്നുണ്ട്. ഈ രാമായണ മാസക്കാലം തന്നെ ഭഗവാൻ എനിക്ക് ഈ രഥത്തിൻ്റെ രഥിയാകാൻ ഊർജം തരാൻ, ജീവിതയാത്രയിൽ ഒപ്പം സഞ്ചരിക്കുന്ന വണ്ടികൾക്കും ഡ്രൈവർമാർക്കും
ഞാനോ എൻ്റെ വണ്ടിയോ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും, തട്ടലും മുട്ടലും ഉരസലും ആക്സിഡൻറ്റുകളും ഉണ്ടാകാതെ സമ്പൂർണ്ണ നിയന്ത്രണത്തോടു കൂടിയ ജീവിതം ജീവിക്കാൻ ഭഗവാൻ നൽകിയ സുവർണാവസരമാണിത്. ഈ 30 ദിവസത്തെ അഭ്യാസം, അറ്റൻഷൻ, രഥിയായ എനിക്ക് ഈ രഥത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു തരുമെന്ന പൂർണ്ണ വിശ്വാസം ഇപ്പോഴുണ്ട്. ബുദ്ധിക്ക് ജ്ഞാനവും, മനസ്സിനെ മന്മനാഭവയാക്കി പരമാത്മാവാകുന്ന രാമനിലേക്ക് ഏകാഗ്രമാക്കി ദിവ്യ സംസ്കാരം, സത്കർമ്മങ്ങൾ ചെയ്ത് ശരീരവും മനസ്സും ധനവും സമയവും എൻ്റെ കഴിവുകളെയും എല്ലാ ദിവസവും സത്കർമ്മങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും. ഇപ്രകാരം മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും ദിവ്യവും ശ്രേഷ്ഠവുമാക്കി നിയന്ത്രണമുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കും. ദശരഥൻ നൽകുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതമാക്കും. ഓം ശാന്തി.